السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. الحمد لله. നമ്മള് ഇന്ന് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അൽ വദൂദ് എന്നുള്ള പേരാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അറിയാവുന്ന പേര് തന്നെയാണ് അല്ലെ. അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന്റെ ഭംഗി അൽഹംദുലില്ലാ നമ്മളൊക്കെ ജീവിതത്തിലുടനീളം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറ ഹൂദില് 90-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം പറയുന്നുണ്ട്, ഇന്ന റബ്ബി റഹീമു വദൂദ്. അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് എന്റെ രക്ഷിതാവ് ഏറെ കരുണയുള്ളവനും ഏറെ സ്നേഹമുള്ളവനും അത്രേ. സുബ്ഹാനല്ലാഹ്. അപ്പം സ്നേഹം, അഫെക്ഷനറ്റ്, ലവ്, അതാണ് അൽ വദൂദ് എന്ന് പറയുന്നത്. അല്ലെ, സൂറ ബുറൂജില് 14-ാമത്തെ ആയത്തില് വഹുവൽ ഗഫൂറുൽ വദൂദ്, അവനേറെ പൊറുക്കുന്നവനും ഏറെ സ്നേഹമുള്ളവനും വന്നു. സുബ്ഹാനല്ലാഹ്. ഖുർആനിൽ 2 പ്രാവശ്യമാണ് അൽ വദൂദ് എന്നുള്ള പേര് വരുന്നത്. പക്ഷെ മഹബ്ബ, അതായത് അള്ളാഹുവിന്റെ ഇഷ്ടം, സ്നേഹം, അത് അള്ളാഹുവിന് അവന്റെ അടിമകളുടെ അടുത്തുള്ള അല്ലെങ്കിൽ അടിമകൾ ചെയ്യുന്ന ചില പ്രത്യേക ആക്ഷൻസ്, കർമ്മങ്ങളോടുള്ള ആ ഒരു ഹബ്ബിനെ കുറിച്ച് ഖുർആനിൽ കുറേ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അൽ വദൂദ് എന്നുള്ള ആ ഒരു പേര് 2 പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. അൽ വദൂദ് എന്ന് പറയുന്ന വാക്ക് വന്നിട്ടുള്ളത് വുദ് എന്നതിൽ നിന്നാണ്. വുദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്നേഹിക്കുക, ടു ലവ്, ഇഷ്ടപ്പെടുക. എന്താണ് അതിന്റെ ശരിയായ അർത്ഥം? ലിറ്ററൽ ആയിട്ട് അക്ഷരാർത്ഥത്തിൽ എന്താണ് അർത്ഥം? ഇത് വന്നിരിക്കുന്നത് വാവ് ദാൽ ദാൽ എന്നുള്ള റൂട്ടിൽ നിന്നാണ്. ആ റൂട്ട് ലെറ്റേഴ്സിൽ നിന്ന് വരുന്ന വദ്ദ എന്നുള്ള വാക്കിന് എന്തെങ്കിലും ഒരു കാര്യത്തിന് ആഗ്രഹിക്കുക, ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട്, ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതിനാണ് വദ്ദ എന്ന് പറയാം. നമ്മള് സൂറ റൂമില് 21-ാമത്തെ ആയത്ത് സ്ഥിരമായിട്ട് കല്യാണങ്ങൾക്കൊക്കെ കേൾക്കുന്ന വജഅല ബൈനക്കും മവദ്ദത്തും വറഹ്മ, അല്ലെ, നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കുകയും ചെയ്തത് അവനാണ്. അപ്പൊ മവദ്ദ, ആ ഒരു സ്നേഹം, അതുമായിട്ട് ബന്ധപ്പെട്ട് റഹ്മ, കാരുണ്യം, അല്ലെ, കരുണ, കമ്പാഷൻ, മാസി, അതൊക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ, പ്രത്യേകിച്ച് ഇവിടെ ഭാര്യ ഭർത്താവിന്റെ കോണ്ടെക്സ്റ്റിൽ പറയുമ്പോൾ അതിട്ട് തന്നത് അവനാണ്. വദ്ദ എന്നുള്ള വാക്കിന് മെയിൻ ആയിട്ട് അപ്പൊ നമുക്ക് പറഞ്ഞത് എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുക, അത് സംഭവിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. മറ്റൊരു അർത്ഥം അതിഭയങ്കരമായിട്ട് എന്തെങ്കിലും ഒന്നിനെ സ്ട്രോങ് ആയിട്ട് ഇഷ്ടപ്പെടുക, എന്തെങ്കിലും ഒന്നിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ വളരെ സ്ട്രോങ് ആയിട്ട്. എന്നാൽ ഈ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് മഹബയുടെക്കാളും ഒരു ലെവല് മേലെയുള്ള ഇഷ്ടമാണ്. മവദ്ദ എന്ന് പറയുന്നത് ശരിക്കും അഷദ്ദുൽ മഹബ ആണ്. ഹബ്ബിന്റെ കാഠിന്യം കൂടിയ, കടുപ്പം കൂടിയ ഇഷ്ടമാണ് മവദ്ദ എന്ന് പറയുന്നത്. വളരെ ഇന്റൻസ് ആയിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള ഇഷ്ടം. ഓക്കെ, വളരെയധികം സ്നേഹത്തിനാണ് മവദ്ദ എന്ന് പറയുന്നത്. അതേപോലെ വദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇഷ്ടപ്പെടുന്നത് ആരാണോ അവരെ കൂടെ ആയിരിക്കാൻ, അവരെ സപ്പോർട്ട് ചെയ്യാൻ, അവർക്ക് സഹായമാവാൻ, അവർക്ക് വേണ്ടത് കൊടുക്കാൻ, അങ്ങനെ അവരുടെ കമ്പനിയിലായിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഇഷ്ടമാണ് വദ്ദ എന്ന് പറയുന്നത്. അതുപോലെ ആരെയാണോ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അവർക്ക് പ്രയോജനം ഉണ്ടാവുക, ഓക്കെ, അവർക്ക് എന്തെങ്കിലും നമ്മളിൽ നിന്ന് കൊടുക്കുക, നമ്മളുടെ സ്നേഹം കൊണ്ട്, നമ്മളുടെ ആ സ്നേഹത്തിൽ നിന്ന് വരുന്ന നന്മ കൊണ്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥം. ഓക്കെ, അപ്പം ഹബ്ബും വുദ്ദും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഹബ്ബ് എന്ന് പറയുന്നത് ഹൃദയത്തിലുള്ള, അതായത് നമുക്ക് ആരോടെങ്കിലും ഉള്ള ഒരു ഇഷ്ടം നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ സെറ്റിലായി കിടക്കുന്ന സ്നേഹത്തിനാണ് ഹബ്ബ് എന്ന് പറയുന്നത്. എന്നാൽ മവദ്ദ എന്ന് പറയുമ്പോൾ അത് എക്സ്പ്രസ് ചെയ്യുന്ന, കാണിക്കുന്ന സ്നേഹമാണ്. ഓക്കെ, അതാണ് അവിടെയുള്ള ഡിഫറൻസ്. ഹബ്ബ് എന്ന് പറഞ്ഞാൽ യെസ്, നമുക്ക് ആരോടോ ഭയങ്കര ഇഷ്ടമാണ്, ഓക്കെ, ഭയങ്കര സ്നേഹമാണ്, അല്ലെങ്കിൽ അവരെ നമ്മൾ വളരെ റെസ്പെക്റ്റോട് കൂടി, സ്നേഹത്തിന്റെ പേരിൽ നമ്മളിങ്ങനെ ഹൃദയത്തിൽ റെസ്പെക്റ്റോട് കൂടി വെക്കുന്നു. എന്നാൽ അത് കാണിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അല്ലെ, അത് എന്താവാണ്? മവദ്ദ, അല്ലെങ്കിൽ അതിന്റെ മേലെയുള്ള ഒരു ഡിഗ്രിയിലേക്ക് ആവാണ്. അതുകൊണ്ട് ഈ ഒരു വാക്ക് പ്രത്യേകിച്ച് ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നതും അതുകൊണ്ടാണ്, അല്ലെ, മവദ്ദത്തൻ, അത് കാണിക്കാനുള്ളതും കൂടാണ്. പലരും കംപ്ലൈന്റ് ചെയ്യാറുണ്ട്, അല്ലെ, ഭർത്താവ് മൂപ്പർക്ക് എന്നോട് ഇഷ്ടമില്ല, അല്ലെങ്കിൽ ഭർത്താവ് പറയും ഭാര്യയ്ക്ക് എന്നോട് ഇഷ്ടമല്ല. പക്ഷെ അവരടുത്ത് നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും അവളെ ഭയങ്കര ഇഷ്ടം, അല്ലെങ്കിൽ മൂപ്പരെ ഭയങ്കര ഇഷ്ടമെന്ന് പറയും. അതെന്തുകൊണ്ടാ? ആ ഒരു ഹൃദയത്തിൽ അത് സെറ്റിൽ ആയിട്ടുള്ള ഹബ്ബ് മാത്രം ആയതുകൊണ്ടാണ്, അല്ലെ. അവദ്ദ ആവണമെങ്കിൽ അത്
അത് പുറത്തേക്ക് കാണിക്കണം. ആ ഒരു കാരുണ്യവും ആ ഒരു സ്നേഹവും അല്ലെ, അത് എങ്ങനെയൊക്കെ വാക്കുകളിലൂടെയോ പ്രവർത്തനങ്ങളിലൂടെയോ ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എക്സ്പ്രസ് ചെയ്യണം. അതാണ് മവദ്ദ, ഒരു സ്ട്രോങ്ങർ ലെവൽ ഓഫ് ലവ്. എക്സ്പ്രസ് ചെയ്യുന്ന സ്നേഹം പല രീതിയിൽ നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പം എല്ലാ വധൂതും മുഹിബാവണം എന്നില്ല. പക്ഷെ ഐ മീൻ എല്ലാ വധൂതും മുഹിബാണ്, പക്ഷെ എല്ലാ മുഹിബും വധൂദല്ല അല്ലെ. കാരണം മുഹിബ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ആള്, പക്ഷെ വധൂദ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം ഉണ്ടാവുകയും അത് കാണിക്കുകയും ചെയ്യുന്ന ആളാണ് വധൂദ്. സുബ്ഹാനല്ലാഹ്. അത് കാരണം തങ്ങളുടെ ഇഷ്ടം കാരണം ആ സ്നേഹിക്കുന്ന ആൾക്ക് പ്രയോജനം ഉണ്ടാക്കുന്ന ആള്. സുബ്ഹാനല്ലാഹ്. വളരെ ജനറസ് ആയിട്ടുള്ള, ഔദാര്യമുള്ള, കാരുണ്യമുള്ള ലെവലിലുള്ള സ്നേഹമാണ് വധൂദ് എന്ന് പറയുന്നത്. പല രീതിയിലുള്ള ഇഷ്ടങ്ങളുണ്ട് അല്ലെ. ചിലരോട് ഇഷ്ടമാകുമ്പോൾ അത് ഭയങ്കര സെൽഫിഷ് ആവും. നിന്നോട് എനിക്ക് ഇഷ്ടമുള്ളതിന്റെ പേരിൽ നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂല എന്നുള്ള പോലെ, അല്ലെങ്കിൽ ഞാൻ കൺട്രോൾ ചെയ്തിട്ട് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം നീ ചെയ്താൽ മതി എന്നുള്ള ആ ഒരു ലെവലിലുള്ള ഒരു ഇഷ്ടം, അത് ശരിക്കും ശരിയായ ഇഷ്ടം, ശരിയായ സ്നേഹമല്ല അല്ലെ. അതൊരു തരം സ്വാർത്ഥതയാണ്. പക്ഷെ നമുക്ക് യഥാർത്ഥ സ്നേഹം ആരുടെടുത്തെങ്കിലും ഉണ്ടാവുമ്പോൾ നമുക്കുള്ളത് നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കും. അവരെ വിഷമങ്ങൾ നമ്മളെ വിഷമങ്ങളാവും. അവരെ കൂടെ ഇരിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ പറ്റുന്ന ലെവലിലുള്ള ഒരു ഇഷ്ടമായിട്ട് മാറും. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ വദൂദാണ് എന്ന് പറയുമ്പോൾ, ഓക്കെ, അള്ളാഹു സ്നേഹമുള്ളവനാണെന്ന് പറയുമ്പം ശരിക്കും എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്താണ് അതിന്റെ അർത്ഥം? ഒന്നാമത്തത്, അവനവന്റെ അടിമകളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവനാണ് അല്ലെ. അടിമകളോട് കാരുണ്യം, അതായത് അവന്റെ അവന്റെ സ്നേഹം കാരണം അവരുടെ കാരുണ്യം കാണിക്കുന്നവനാണ്. അതായത് പ്രയോജനമുള്ള സ്നേഹമാണ്, ഹൃദയത്തിൽ വെറുതെ വെച്ചിരിക്കുന്ന സ്നേഹമല്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അൽ വദൂദ് ഹുവർ റഹീം, അവൻ കാരുണ്യവാനാണ് അല്ലെ. അത് വദൂദ്, അള്ളാഹു അൽ വദൂദായ റബ്ബ് എന്താണ്? വാസിഫുള്ളാണ്, കാരുണ്യവാനാണ്, അനുകമ്പയുള്ളവരാണ്. കാരുണ്യം, അവന്റെ അടിമകൾ അവര് അനുസരണക്കേട് കാണിച്ചാൽ പോലും കാരുണ്യം കാണിക്കുന്നവനാണ്. സുബ്ഹാനല്ലാഹ്. ശരിക്കും നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങൾ അല്ലെ, കുറച്ച് ദിവസങ്ങൾ, ഇപ്പം റംസാൻ ആകുമ്പോൾ ഭയങ്കര നല്ല ആൾക്കാരായിരിക്കും എല്ലാവരും. ഒരുപക്ഷെ റംസാന് മുമ്പുള്ള ചില ദിവസങ്ങളൊന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും അള്ളാഹ് തൃപ്തിപ്പെടുന്ന, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണോ? ഉറപ്പായിട്ടും അല്ല അല്ലെ. ഒരുപാട് തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും നമ്മളിൽ വന്നു പോയിട്ടുണ്ടാവും അല്ലെ. നമ്മൾ അള്ളാഹ്ക്ക് കൊടുക്കേണ്ടത് അള്ളാഹ്ക്ക് കൊടുക്കാതിരുന്ന സാഹചര്യങ്ങളുണ്ടാവും. പല ഇബാദത്തുകളിലും മുടക്കം വരുത്തിയ, അല്ലെങ്കിൽ അത് തിരക്ക് പിടിച്ച് ചെയ്ത് തീർത്ത, ഇനി അതല്ലെങ്കിൽ മനുഷ്യന്മാരുടെ അടുത്ത് തന്നെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ നമ്മൾ പെരുമാറിയ, അങ്ങനത്തെ ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മിസ്റ്റേക്സ്, തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അടുത്ത് എന്താണ്? അങ്ങേയറ്റം കാരുണ്യം കാണിക്കുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. ബുദ്ധിന്റെ അൽ വദൂദായ റബ്ബിന്റെ എക്സ്പ്രഷനാണ് ആ ഒരു കാരുണ്യം. സുബ്ഹാനല്ലാഹ്. നമുക്ക് വേണ്ടതൊക്കെയും നമ്മുടെ റബ്ബ് തരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അൽ വദൂദ് എന്ന് പറയുമ്പം അവന്റെ അടിമകളെ സ്നേഹിക്കുക എന്ന് മാത്രമല്ല, അവർക്ക് അനുസരണക്കേട് കാണിക്കുമ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയും കാരുണ്യം കാണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാണ് അൽ വദൂദ്. സുബ്ഹാനല്ലാഹ്. അതേപോലെ അങ്ങനെ പറയുമ്പം പ്രത്യേകിച്ച് അവന് അനുസരണ കാണിക്കുന്നവരുടെ അടുത്ത് അവന് സ്പെഷ്യൽ സ്നേഹമാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. അവന്റെ സച്ചരിതരായ സ്വാലിഹീങ്ങളായ അടിമകളുടെ അടുത്ത് അവന് വല്ലാത്ത ഒരു എക്സ്ട്രാ സ്നേഹം കൂടിയാണ് അള്ളാഹു അൽ വദൂദ്. അപ്പം അതിന് എക്സ്ട്രാ ലെവൽ ഉണ്ട് അല്ലെ. അതിലൊരു പ്രത്യേകത എന്താന്ന് വെച്ചാല്, അവന്റെ സച്ചരിതരായ അടിമകളെ അവനാണ് ആദ്യം ഇഷ്ടപ്പെടുന്നത്. ശരിക്കും സച്ചരിതരായ അടിമകൾ അവനെ തിരിച്ചും ഇഷ്ടപ്പെടുന്നവരാണ് അല്ലെ. അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നവർക്കാണ് ശരിക്കും അമൽ സാലിഹാത്ത് ചെയ്യാൻ പറ്റുള്ളൂ, അള്ളാഹിനോട് ഇഷ്ടം കൊണ്ട് അല്ലെ. അപ്പം ആ ഒരു കാര്യത്തിൽ അവനാണ് ശരിക്കും അവരെക്കാൾ മുന്നേ അവരെ ഇഷ്ടപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്. അത് നമ്മൾ ഒരു പക്ഷെ ചിന്തിക്കുമ്പോൾ എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകാരം പറയുന്നുണ്ട്, ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. ഓക്കെ, അത് ആദ്യം പറഞ്ഞെന്താ? യുഹിബ്ബുഹും, അവൻ ഇഷ്ടപ്പെടുന്ന, വയുഹിബ്ബൂന, അവരും ഇഷ്ടപ്പെടുന്ന. അള്ളാഹു ഇഷ്ടപ്പെടുന്നവരും അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുമായ മറ്റൊരു ജനവിഭാഗത്തെ അള്ളാഹു പകരം കൊണ്ടുവരുന്നവരാണ്. അപ്പം അള്ളാഹാണ് ആദ്യം ഇഷ്ടപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ തിരിച്ച് അള്ളാഹിനെ സ്നേഹിക്കുന്നതിന് മുമ്പ്. സുബ്ഹാനല്ലാഹ് അല്ലെ. അല്ലാണ്ട് നമ്മുടെ സ്നേഹം കൊടുത്തിട്ട് അള്ളാഹ് നമ്മൾ ഇങ്ങോട്ട് സ്നേഹിക്കുകയല്ല. നമ്മൾ അറിയുന്നതിന് പോലും മുമ്പ്, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പോലും മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മളെ സ്നേഹിക്കുന്നത്. അല്ലെ. നമ്മളെ സ്നേഹിക്കാൻ റബ്ബുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇനി രണ്ടാമത്തെ രീതിയിൽ അൽ വദൂദ്, അള്ളാഹു അൽ വദൂദ് ആണെന്ന്
പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അൽ വദൂദ് ആവുമ്പം അവൻ മൗദൂദും കൂടിയാണ്. അതായത് അവൻ ഇഷ്ടപ്പെടുന്ന, അതായത് അവനെ ഇഷ്ടപ്പെടുന്നവൻ, അവനെ ഇഷ്ടപ്പെടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതായത് അവന്റെ അടിമകൾ, സച്ചരിതരായ അടിമകൾ അവനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതായത് തിരിച്ചും ഓക്കെ, അവൻ ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നത് പോലെ അങ്ങോട്ടും ഇഷ്ടപ്പെടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതായത് അവൻ തിരിച്ചും ഇഷ്ടപ്പെടാനുള്ള ആ ഒരു വർത്ത് അത്രക്ക് അധികമാണ് അവന്, അല്ലെ? സുബ്ഹാനല്ലാഹ്. കാരണം നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന കാര്യങ്ങൾ, കാരുണ്യങ്ങൾ, പ്രയോജനങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാല് അല്ലെ, നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ എന്ത് കാരണമുള്ളത്? സുബ്ഹാനല്ലാഹ്. അതൊരു പക്ഷേ നമ്മൾ ചിന്തിക്കാതിരുന്ന, അറിയാതിരുന്ന കാലത്ത് അത്രയും ഇഷ്ടം തോന്നിയിട്ടല്ലോ. പക്ഷെ ഇപ്പൊ നമുക്കിങ്ങനെ അല്ലെ, പ്രത്യേകിച്ച് ഖുർആനിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കിങ്ങനെ അറിയാം ഓരോ സ്ഥലത്തും അള്ളാന്റെ കാരുണ്യം എത്രയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? നമ്മൾ ചിന്തിക്കാൻ നമ്മുടെ പൂട്ടിയിട്ട ഹൃദയങ്ങളൊക്കെ തുറന്ന് എല്ലാത്തിലും അള്ളാഹുവിനെ കാണാനും എല്ലാത്തിലും തദബ്ബുർ കൊണ്ടുവരാനും ശ്രമിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഓരോ അനക്കത്തിലും അല്ലെ, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സംഭവത്തിലും അള്ളാഹിന്റെ സ്നേഹം, കാരുണ്യമുണ്ട്. നമുക്ക് അള്ളാഹു തന്ന ഓരോ കാര്യത്തിലും. അപ്പൊ നമ്മൾ എൻജോയ് ചെയ്യുന്ന, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒന്നും അള്ളാഹുവിൽ നിന്നല്ലാത്തതില്ല. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ അത് രാവിലെയും വൈകുന്നേരം ഒക്കെ ദുആകളിലും ദിക്റുകളിലൊക്കെ അത് എക്നോളജും ചെയ്യുന്നുണ്ട്, അല്ലെ? നിന്നിൽ നിന്നല്ലാത്തതൊന്നും ഇല്ല നമുക്ക്. സുബ്ഹാനല്ലാഹ്. അപ്പം എല്ലാം അവനിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു സച്ചരിതനായ ഒരു സ്വാലിഹായ ഒരു അടിമ അവന് തിരിച്ചും ഇഷ്ടപ്പെടുന്നുണ്ട്. ഈവൻ നമ്മളെ ഒരു പക്ഷെ നമ്മളെ ജീവിതത്തില് നമ്മൾ വിഷമിക്കുന്ന, സഫർ ചെയ്യുന്ന ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് വേദന തോന്നുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ, അല്ലെ? സുബ്ഹാനല്ലാഹ്. പക്ഷെ അതുപോലും എന്താണ്, അവന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്, അല്ലെ? നമുക്ക് പ്രയോജനം ഉദ്ദേശിച്ചുകൊണ്ട്, ഖൈർ ഉദ്ദേശിച്ചുകൊണ്ട് അവൻ തന്നിട്ടുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ഖുർആനിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, കുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ. പറയുക, അള്ളാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്ക് ഒരിക്കലും ബാധിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹ് എഴുതിയതല്ലാതെ, അല്ലെ, അത് എന്ത് പ്രയാസമാണെങ്കിലും എന്ത് വിഷമാണെങ്കിലും അള്ളാഹു കതബലന, കതബല്ലാഹു ലന, നമുക്ക് വേണ്ടി എഴുതിയതല്ലാതെ ഒന്നും സംഭവിക്കില്ല, അല്ലെ? അള്ളാഹ് അത് എഴുതിയത് കൊണ്ടാണ്, അള്ളാഹ് ഖദറാക്കിയത് കൊണ്ടാണ് അവിടെ അത് സംഭവിച്ചത്. ഇവിടെ ഏറ്റവും ഭംഗി എന്താന്ന് വെച്ചാല് ഈ കതബല്ലാഹു ലന, ഞങ്ങൾക്ക്, അത് ലന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ഫേവർ, അല്ലെ, ഞങ്ങൾക്ക് ഗുണത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ റബ്ബ് എഴുതി വെച്ചതല്ലാത്തതൊന്നും നമുക്ക് സംഭവിക്കില്ല. അപ്പം എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അത് പെയിൻഫുൾ ആണെങ്കിലും, അല്ലെ, വിഷമം ഉണ്ടായതാണെങ്കിലും, യെസ്, അത് ഡിഫിക്കൽട്ട് ആയിരിക്കും. ആ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ടാവും, അല്ലെ? വളരെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടാവും, അല്ലെ? നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷേ അതിന്റെ ആ ഒരു കാര്യത്തിന്റെ നേച്ചർ കൊണ്ട് ഇതിനൊക്കെ അവകാശമുണ്ട്. അത് പേടിക്കാനും ഭയപ്പെടാനും വിഷമിക്കാനും ഒക്കെ അവകാശമുള്ള രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നടക്കുന്നത്. പക്ഷെ ബിഗ് പിക്ചർ നോക്കുമ്പോൾ നമുക്ക് പ്രയോജനമുള്ള കാര്യങ്ങളാണ്, നമുക്ക് ഫേവറിന് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതല്ലേ. കാരണം നമ്മളുടെ റബ്ബ് എന്താണ്? അൽ വദൂദാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ അതുപോലത്തെ പ്രയാസമുള്ളത് അനുഭവിച്ചു കഴിഞ്ഞാലും നമ്മൾ ഓർക്കണം, എന്ത്? ഇത് അൽ വദൂദിന്റെ സ്നേഹത്തിന്റെ ഭാഗമാണ്, അല്ലെ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ മുമ്പൊക്കെ നടന്നിട്ടുള്ള പല കാര്യങ്ങളും നമ്മളിങ്ങനെ, എന്താ ഇങ്ങനെ, അല്ലെ, എങ്ങനെ ഇത് നടക്കുക, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും, ഞാൻ ഇങ്ങനെയൊക്കെ ആയിട്ടും എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ നടന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ എന്നോട് ഇത് ചെയ്യുന്നു, എന്തുകൊണ്ട് മോശം ചെയ്യുന്ന അവർക്കൊക്കെ നല്ല കൊടുത്തിട്ട് എനിക്കിത് തരുന്നു, വൈ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒരുപക്ഷെ നമ്മൾ ചോദിച്ചിട്ടുണ്ടാവും, അല്ലെ? പക്ഷെ പിന്നീട് ആലോചിക്കുമ്പം അൽഹംദുലില്ലാ, അതായിരുന്നു നടക്കേണ്ടത്, അല്ലെ? അത് നടന്നത് കൊണ്ടാണ് അൽഹംദുലില്ലാ, അല്ലെ? അങ്ങനെ നമ്മൾ മനസ്സിലാക്കും. ചെറിയ കുട്ടികളെ വഴക്ക് പറയുമ്പോൾ അവര് ചെറിയ പ്രായത്തിൽ അവർക്ക് ഈ ഉമ്മ വാപ്പ എന്തിനെങ്ങനെ ഇടങ്ങാറാക്കുന്നതെന്ന് ചിന്തിക്കുമെങ്കിലും കുറച്ച് വലുതാകുമ്പോൾ അവർക്ക് മനസ്സിലാവും, യെസ്, ഇതാണ് എന്നെ ഞാൻ ആക്കിയത്, പല കാര്യങ്ങളും, അല്ലെ? അപ്പം നമുക്ക് സ്വീകരിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളാണെങ്കിലും അത് എവിടുന്നാ വരുന്നത്? അൽ വദൂദിൽ നിന്നാണ് വരുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മളിത് പ്രത്യേകം ഓർക്കണം, അല്ലെ? എന്റെ റബ്ബിന് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, അൽ വദൂദാണ്, അല്ലെ? റബ്ബിനോട് വേറെ ആർക്കും എന്നെ സ്നേഹിക്കാൻ പറ്റില്ല. ഈ അൽ എന്നുള്ള വാക്ക് എപ്പോഴും അള്ളാഹുവിന്റെ ഓരോ നാമങ്ങളെയും അൽ ചേർത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് യുണീക്കാണ്. അവിടുന്ന് വരുന്ന ആ ഒരു ക്വാളിറ്റി, ആ ഒരു സിഫ എന്താണെങ്കിലും അത് ആ ലെവലില്, ആ ആ ഗ്രേഡില്, ആ പെർഫെക്ഷനിൽ വേറെ ആരിൽ നിന്നും വരില്ല. ഇവിടെ സ്നേഹം എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് വരുന്നത് പോലെ വേറെ ആരിൽ നിന്നും വരില്ല, അല്ലെ? ആ സ്നേഹത്തിന്റെ പേരിൽ റബ്ബ് തരുന്നത് എന്തും
എന്താണ് ആ സ്നേഹത്തിന്റെ തെളിവുകളാണ് നമ്മളുടെ ജീവിതത്തിൽ. അതുകൊണ്ട് നമ്മൾ തിരിച്ചും റബ്ബിനെ സ്നേഹിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഒരു സൈഡ് നോട്ട്. ഓക്കെ, നമ്മൾ അൽഹംദുലില്ലാഹ് ഒരു പക്ഷെ നമ്മളൊക്കെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പം ഇപ്പൊ നമ്മൾ റബ്ബിന്റെ അടുത്ത് അടുത്തത് കൊണ്ടും അൽഹംദുലില്ലാഹ് റബ്ബൽ വദൂദാണെന്നും റബ്ബർ റഹീമാണെന്നും ഒക്കെ മനസ്സിലാക്കിയത് കൊണ്ടും യെസ് നമ്മൾ ഓക്കെ ഇതെന്റെ റബ്ബിന്റെ സ്നേഹമാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമായിരിക്കും. പക്ഷേ നമ്മൾ ചുറ്റുപാടുമുള്ളവർക്ക് പലപ്പോഴും പല പ്രശ്നങ്ങളും വരുമ്പം ഈ റബ്ബൽ വദൂദ നമുക്ക് അങ്ങോട്ട് മറന്നു പോകും അല്ലെ. അവിടെ പിന്നെ നമ്മളാവും ആ ഒരു വദൂദ്. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും നമുക്കത് മറന്നേ പോകും. നമ്മളെ കുട്ടികൾക്ക് എന്തെങ്കിലും വിഷമം പ്രയാസം വന്നു കഴിഞ്ഞാല് പിന്നെ ആ പ്രശ്നം സോൾവ് ചെയ്യേണ്ടത് നമ്മൾ അതായത് റബ്ബിന്റെ പരീക്ഷണം അവരെ ബാധിക്കാത്ത രീതിയിൽ എങ്ങനെയൊക്കെ നമുക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യാമോ അങ്ങനെയൊക്കെ നമ്മൾ അങ്ങോട്ട് പ്രൊട്ടക്ട് ചെയ്ത് കളയും. ആണോ അല്ലെ. എന്നാൽ ഈ വദൂദായ റബ്ബ് ആ കുട്ടിയുടെ ആരുടെ ആണെങ്കിലും അവരുടെ ജീവിതത്തില് അവന്റെ കാരുണ്യത്തിന്റെ പ്ലാനായിരുന്നു അത്, അവന്റെ സ്നേഹത്തിന്റെ പ്ലാനായിരുന്നു. കാരണം അവർക്ക് ചിലപ്പോൾ പല തിരിച്ചറിവുകളിലേക്ക് എത്താൻ, പല മാറ്റങ്ങളിലേക്ക് വരാൻ, ഒരുപക്ഷെ അവരെ പ്യൂരിഫൈ ചെയ്യാനല്ലേ, പാപങ്ങളിൽ നിന്ന് പ്യൂരിഫൈ ചെയ്യാൻ. ഇനി അതൊക്കെ മാഷാ അല്ലാഹ് നല്ല ലെവലിലുള്ള ക്ഷമയും ഒക്കെ ഉള്ള ആളാണെങ്കിൽ അവരൊരു പക്ഷെ ദർജകൾ ഉയർത്താൻ വേണ്ടി റബ്ബ് കൊടുത്തിരിക്കും. എന്നാൽ നമ്മൾ സമ്മതിക്കൂല, നമ്മൾ ഇടയ്ക്കൊരു വദൂദ് കളിച്ചു കളയും. സുബ്ഹാനല്ലാഹ് അല്ലേ. അപ്പം നമ്മളെ ജീവിതത്തിൽ എങ്ങനെ റബ്ബൽ വദൂദാണോ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ഹിദായത്തിന്റെ കാര്യം പറയുമ്പോൾ പറയാറുണ്ട് അല്ലെ, മക്കളെ ഹിദായത്തിനെ കുറിച്ച് നമ്മൾ ബേജാറാകുമ്പോൾ നമുക്ക് അൽഹാദിയായ റബ്ബ് തന്നെയാണ് അവരുടെയും അൽഹാദിയായ റബ്ബ്. നമുക്ക് തർബിയത്ത് തന്ന റബ്ബ് തന്നെയാണ് അവരുടെയും റബ്ബ് അല്ലെ. അവൻ അവരുടെ കാര്യത്തിൽ ആ ഡ്യൂട്ടി ചെയ്യും. അപ്പൊ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ അൽ വദൂദ് ആവണ്ട. അവർക്ക് എന്താക്കുക, ആ അവസരം ഉപയോഗിച്ച് വദൂദിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, റബ്ബിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, അവരടുക്കട്ടെ. സുബ്ഹാനല്ലാഹ്. അതിനു വേണ്ടിയാണ് റബ്ബ് അത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം അതുപോലെ ആർക്ക് എന്ത് പ്രയാസം വരുമ്പോഴും നമ്മൾ കൊടുക്കുന്ന ആ ഒരു സപ്പോർട്ടും ആ ഒരു കാരുണ്യവും ഒക്കെ അത് നമ്മുടെ ഇബാദത്തിന്റെ ഭാഗമായിട്ടുള്ള ലിമിറ്റിൽ നിന്നോട്ടെ. അല്ലാതെ അവരെ പ്രശ്നം ഞാൻ അങ്ങ് സോൾവ് ചെയ്ത് കളയണം എന്ന് വിചാരിച്ചിട്ട് അവരെ റബ്ബിന്റെ ഇടക്ക് ഞാൻ അങ്ങോട്ട് വീണ് കളയുന്ന വിചാരിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്നറിയാം, ആ പ്രശ്നം നീണ്ടു പോയിക്കൊണ്ടേയിരിക്കും. അവർക്ക് എന്നത് മനസ്സിലാവുന്നു അതുവരെ ആ പ്രശ്നം ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളുടെ ഹൃദയത്തില് നമ്മൾ ഇതുപോലെ നമ്മളെ മുമ്പിൽ വരുന്ന എന്തൊരു പ്രശ്നം ആയിക്കോട്ടെ, അതിനിപ്പോ നമ്മളെ കുട്ടികളുടെ കാര്യം മാത്രം ആയിക്കൊള്ളുന്നില്ല കേട്ടോ. അപ്പൊ മാഷാ അല്ലാഹ് ഈ ഗ്രൂപ്പിൽ പലരും ടീച്ചേഴ്സ് ആയിട്ടുള്ളവര് തന്നെ ഉണ്ടാവും, പലരും പേഴ്സണൽ പ്രശ്നങ്ങൾ വന്ന് പറയുന്ന, ഇപ്പൊ കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ. കാരണം പലരുടെയും പേഴ്സണൽ പ്രശ്നങ്ങൾ കേട്ട് ഞാൻ റബ്ബേ നമുക്കങ്ങ് നമ്മളെ ഹൃദയം പൊട്ടിപ്പോവും. എന്താ ഇതിനൊരു സൊല്യൂഷൻ അല്ലെ, നമുക്കങ്ങ് ബേജാറാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളെ ജീവിതത്തില് അൽഹംദുലില്ലാഹ് പ്രശ്നങ്ങൾ അൽ വദൂദായ റബ്ബ് നമുക്ക് തിരിച്ചറിവ് തന്ന് നമുക്ക് ആ പ്രശ്നം ഒന്നെങ്കിൽ സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ആ പ്രശ്നത്തോടു കൂടി തൃപ്തികരമായിട്ട് ജീവിക്കാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതേ റബ്ബിന്റെ അടിമ തന്നെയാണ് നമ്മളുടെ മുമ്പിൽ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. അപ്പം അവരെ കാര്യത്തില് നമുക്ക് ചെയ്യാനുള്ള എന്താ, നമ്മുടെ ഇബാദത്ത് മാത്രം അല്ലെ, അവരൊന്ന് സപ്പോർട്ട് ചെയ്യുക, അവർക്കൊരു താങ്ങാവുക, അവര് ജഡ്ജ് ചെയ്യാതെ അവരെ പ്രശ്നങ്ങൾ കേൾക്കുകയാണെങ്കിൽ കേട്ടു കൊടുക്കുക, എന്നിട്ട് അവർക്ക് എന്താക്കി കൊടുക്കുക, അൽ വദൂദിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. സുബ്ഹാനല്ലാഹ്. നമ്മൾ വിചാരിക്കും അവർ ഈ പ്രശ്നമൊന്നും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓർക്ക് ഇതൊന്നും തലേ കയറൂല അല്ലെ, തൗഹീദൊന്നും പറഞ്ഞാൽ തലേ കയറൂല, അള്ളാഹ് ഉണ്ട് അള്ളാഹുലേക്ക് തിരിഞ്ഞാൽ തലേ കയറൂല. അത് തലേ കയറ്റിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ് എടുത്ത സ്റ്റെപ്പാണത്. നമ്മൾ എന്ത് ചെയ്യുക, ആ നൈസായിട്ട് ആ ചാൻസ് കൂടെ അവർക്ക് അങ്ങോട്ട് തൗഹീദ് പറഞ്ഞു കൊടുക്കുക. അവരപ്പോ മനസ്സിലാക്കൂല, പക്ഷെ മുന്നോട്ട് പോയി അല്ലെ. അവരിങ്ങനെ നമ്മളടുത്ത് നിന്ന് റെഡിമെയ്ഡ് സൊല്യൂഷന് വേണ്ടിയിട്ടായിരിക്കും വരുന്നത്. എന്ത് സൊല്യൂഷൻ നിങ്ങൾ കൊടുത്താലും വർക്ക് ആവില്ല. അത് ചിലപ്പോൾ 10 കൊല്ലം നിങ്ങൾ സൊല്യൂഷൻസ് കൊടുത്തോണ്ടിരുന്നാലും 11ാമത്തെ കൊല്ലം അവർക്ക് പ്രശ്നം ഉണ്ടാവും. കാരണം അവർ സൊല്യൂഷനിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് പാച്ചപ്പ് ആണ് അല്ലെ. ഇപ്പൊ എന്തെങ്കിലും ഒരു ഭർത്താവിന്റെ പ്രശ്നമായിട്ട് വരുമ്പോൾ മൂപ്പരോട് അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ, അതായത് നമ്മൾ ഫുൾ നിങ്ങൾ ചുറ്റുപാടുള്ളവർ മാറ്റിയിട്ട് നിങ്ങൾ മാറുന്നുള്ള പ്രതീക്ഷ കൊടുത്തോണ്ടിരിക്കുന്നിടത്തോളം നമ്മൾ അവരെ പറ്റിക്കുക. നമ്മൾ ആ വദൂദിനെ അവരെ അതായത് വദൂദും അവരുമായിട്ട് ഡിസ്റ്റന്റ് ആക്കി വെച്ചോണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്. ഓക്കെ, എപ്പോഴും ഈ ഒരു കാര്യം ഓർക്കുക, നമ്മളെ ജീവിതത്തിലും വേറൊരാളുടെ ജീവിതത്തിലും എന്തൊരു പ്രയാസം ഉണ്ടെങ്കിലും ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. അവിടെ കൗം എന്ന് പറയുമ്പോൾ അതൊരു ജനത, ഒരു നേഷനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞതെന്ന് വിചാരിക്കട്ടെ. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നത് വരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തില്ല. അപ്പം ഏതൊരു വ്യക്തിയും യെസ് എനിക്കിങ്ങനെ ഒരു റബ്ബുണ്ട്, ആ റബ്ബ് ഏകനാണ്, ആ റബ്ബിലേക്ക് മടങ്ങലേ എനിക്ക് പരിഹാരമുള്ളൂ എന്ന് മനസ്സിലാകുന്നുവോ അന്ന് വരെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടൂല. അതുകൊണ്ട് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് ബേജാറായി
ഒന്നും അല്ലാണ്ടാവുന്ന സമയം കൊണ്ട് നമുക്ക് ബേജാറാവാനുള്ളത് ഫുൾ നമ്മളെ കുറിച്ചാണ്. കാരണം നമുക്കിത് മനസ്സിലായ കുറെ കാര്യങ്ങളുണ്ട് അല്ലെ, റബ്ബിലേക്ക് തിരിയാൻ വേണ്ടിയിട്ട്. അപ്പൊ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നമ്മളെ മുമ്പിലേക്ക് എത്തുമ്പോൾ അവിടെ നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന് നമ്മുടെ ഇബാദ എന്ന് പറയുന്ന ഒരു റോളാണ്. ലൈക്ക് അവർക്ക് നമ്മളൊരു താങ്ങാവുക, തണലാവുക, സപ്പോർട്ടാവുക, നല്ല സംസാരം. പക്ഷെ നമ്മൾ അള്ളാ ആവണ്ട, നമ്മൾ റബ്ബാവണ്ട, നമ്മൾ അൽ ഹാദി ആവണ്ട, നമ്മൾ അൽ വദൂദ് ആവണ്ട. ആ റബ്ബിനെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുക. അതിലൂടെ വീണ്ടും 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 അവർ വരും, വീണ്ടും വീണ്ടും ഇതന്നെ ചെയ്യാം. ചിലപ്പം വർഷങ്ങളോളം ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് തിരിച്ചറിവ് വരുന്ന ഇവര് അന്ന് പറഞ്ഞ അൽ വദൂദ് അള്ളയായിരുന്നു, ഇതായിരുന്നു ഞാൻ ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പം ഏതൊരാള് വരുമ്പോഴും പ്രശ്നമായിട്ട് നമ്മളെ മുമ്പിൽ വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവര് മാറാതെ അവരുടെ പ്രശ്നങ്ങൾ മാറൂല. നമ്മൾ അവരോട് എങ്ങനെ അവരെ ചുറ്റുപാടുള്ള ആൾക്കാർ അങ്ങനെ ആക്കിയാൽ മതി, ഇങ്ങനെ ആക്കിയാൽ മതി എന്ന് പറഞ്ഞു കൊടുത്താലും മാറൂല. സുബ്ഹാനല്ലാഹ്. ചിലപ്പോൾ നമുക്ക് പറ്റൂല, ഇനി എനിക്കൊന്നും പറഞ്ഞു കൊടുക്കാനില്ലെങ്കിൽ നമുക്ക് പറ്റാത്തത് ചെയ്യാൻ റബ്ബ് പറയുന്നുമില്ല. ചിലപ്പം ചില വാതിലുകൾ അവരെ മുമ്പിൽ അടയ്ക്കുമ്പോഴാണ് അവരൊരു രക്ഷയില്ലാണ്ട് അള്ളാഹുവിന്റെ അടുത്തേക്ക് തിരിയും. അപ്പൊ നമ്മളൊക്കെയും ഒരുപക്ഷെ നമ്മളൊക്കെ ജീവിതത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഞാൻ എന്റെ ജീവിതത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, എന്റെ മുമ്പിൽ അടച്ച കുറേ വാതിലുകൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ അള്ളാന്റെ വാതിലിന് മുട്ടിയത്. അൽഹംദുലില്ലാ. അപ്പൊ നമ്മളിങ്ങനെ അള്ളാ ആവാൻ വേണ്ടിയിട്ട്, അൽ വദൂദ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ആർക്കും ശ്രമിക്കണ്ട. ഈവൻ ഇത് പറയുമ്പം പ്രത്യേകിച്ച് റമദാൻ ആയതുകൊണ്ട് ചേർത്ത് പറയേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഫിനാൻഷ്യൽ പ്രോബ്ലംസും ആയിട്ട് വരുന്നവർ, അപ്പം ഒരുപാട് ചാരിറ്റി ഗ്രൂപ്പുകളും ചാരിറ്റി നടത്തുന്ന ആൾക്കാരൊക്കെ നമ്മളുടെ ഇടയിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അവർ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും കണക്കില്ലാത്ത പ്രതിഫലം കൊടുക്കട്ടെ. അത്രയും എഫേർട്ടും അത്രയും ചിന്തയും അത്രയും സമയവും അത്രയും ഉത്തരവാദിത്വം. കാരണം ചാരിറ്റി ഗ്രൂപ്പ് എന്നൊക്കെ പറയുമ്പം സ്വന്തം പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകളുടെ അടുത്ത് ആൻസറബിൾ ആണ്. അത് വളരെ ജെന്യൂൻ ആയിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ മറുപടി കൊടുക്കേണ്ട കാര്യമുണ്ട്. അപ്പം ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു കർമ്മമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ് അല്ലെ, അള്ളാഹു അവർക്കെല്ലാം കണക്കില്ലാത്ത പ്രതിഫലം കൊടുക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അവിടെയും അവൾ വദൂദ് നമ്മളാവണ്ട. അവിടെയും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാം, നമ്മളുടെ ഇബാദത്താണ് അല്ലെ. അള്ളാഹ് പറഞ്ഞു തന്ന ഒരു ബിറാണ്, അള്ളാഹ് പറഞ്ഞു തന്ന അല്ലെ, നമുക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ്. നമുക്ക് പ്രതിഫലത്തിന് വേണ്ടി നമ്മൾ അവരെ ഉപയോഗിക്കുകയാണ്. ആക്ച്വലി നമുക്കതൊരു ചാൻസ് ആണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്വതക്കകളും, നമ്മൾ ചെയ്യുന്ന എന്തൊരു നന്മയും നമുക്കൊരു ചാൻസ് ആണ്, നമുക്ക് പ്രതിഫലം കിട്ടാനുള്ള. പക്ഷെ നമുക്കൊരു ചാൻസ് കൊണ്ടുവന്ന് തരുന്നവരെ അള്ളാഹുൽ നിന്നുള്ള അകറ്റാനുള്ള കാരണം നമ്മളാവരുത്. അവരെ കൊണ്ട് ഷിർക്ക് ചെയ്യിക്കാനുള്ള കാരണം നമ്മളാവരുത്. കാരണം അവര് നമ്മളെ അൽ വദൂദായി കണ്ടു കളയരുത്. എപ്പോഴും നമ്മളടുത്ത് വന്ന പ്രശ്നം തീരുന്നുള്ള ഒരു അവസ്ഥയിൽ അവരെ നമ്മൾ ആക്കി കളയരുത്. അപ്പം അങ്ങനെ ഒരു പ്രശ്നമായിട്ട് വരുന്നവരെടുത്തും നമ്മളുടെ ലിമിറ്റിൽ നമ്മൾ നിന്നുകൊണ്ട് നമ്മളെ ഇബാദത്ത് ചെയ്യുക, നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് ചെയ്യുക. അവരെടുത്ത് പറഞ്ഞു കൊടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് സ്വീകരിക്കാനൊന്നും പറ്റൂല, പെട്ടെന്നൊന്നും സ്വീകരിക്കാൻ പറ്റുകയില്ല. പക്ഷെ അള്ളാഹ് അവരെ കൊണ്ടുവന്ന് എത്തിക്കും അത് സ്വീകരിക്കുന്ന ഒരു അവസ്ഥയിൽ. പക്ഷെ എപ്പോഴും നമ്മൾ അൽ വദൂദ് കളിച്ചാല് അവർക്ക് അള്ളാഹ് അന്യനായി പോകും. സുബ്ഹാനല്ലാഹ്. നമ്മളാവും അവരുടെ റബ്ബ്. അള്ളാഹു കാക്കട്ടെ. നമ്മൾ അവരെ ശിർക്ക് പഠിപ്പിക്കേണ്ട, കുഫ്ർ പഠിപ്പിക്കേണ്ട. ഓക്കെ, അപ്പം എല്ലാവരുടെയും എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അത് റബ്ബ് കൊടുത്തതാണ്, റബ്ബ് തന്നതാണ്. റബ്ബിന് അതിന് ഹിക്മത്ത് ഉണ്ട്. അത് റബ്ബിന്റെ ബുദ്ധിന്റെ ഭാഗമാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ ടെസ്റ്റിന്റെ ഭാഗമാണെന്ന് നമ്മൾ വിചാരിക്കേണ്ട. അതിന് ടെസ്റ്റ് ആണെങ്കിൽ നമുക്ക് തടയാൻ പറ്റുമോ? അള്ളാന്റെ ഖദറിലുള്ള എന്തെങ്കിലും കാര്യം നമുക്ക് തടയാൻ പറ്റും? പക്ഷെ പകരം നമ്മൾ എന്ത് ചെയ്യാ, ആ ചാൻസ് ഉപയോഗിച്ച് അവരെ ഈ അൽ വദൂദിനെ പരിചയപ്പെടുത്തി കൊടുക്കുക, തൗഹീദ് പരിചയപ്പെടുത്തി കൊടുക്കുക. ആൻഡ് ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം എന്നുള്ളത് നമ്മൾ മറക്കണ്ട. അവരെയും മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല, പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ മാറിയാലേ രക്ഷയുള്ളൂ, നിങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും 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 വരുമ്പോൾ നമ്മൾ സ്നേഹവും കാരുണ്യവും ഒക്കെ കൊടുക്കുന്നതിന്റെ കൂടെ ഇത് ഓരോ ഡോസ് ഹോമിയോ ഗുളിക കൊടുക്കുന്ന പോലെ അങ്ങനെ കൊടുത്തോണ്ടേയിരിക്കും. ചിലത് ഞാൻ പറഞ്ഞില്ലേ, കൊല്ലങ്ങളോളം കൊടുക്കേണ്ടി വരും, വർഷങ്ങളോളം കൊടുക്കേണ്ടി വരും. ചിലതുണ്ടല്ലോ, ചില സമയത്ത് നമ്മളെ കൊണ്ട് ഇനി പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മെല്ലെ അള്ളാഹ് സുബ്ഹാനഹു വ തആല അടുത്ത് പറയാം, അള്ളാഹ് എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ, അതിലടച്ചേക്ക്. കാരണം നമ്മളെ വാതിൽ അടയ്ക്കുമ്പോഴേക്കും അവർ ചിലപ്പോൾ ആദ്യമായിട്ട് അള്ളാഹിന്റെ വാതിൽ നിന്ന് മുട്ടി നോക്കുന്നത്. ഓക്കെ, ഇതൊന്നും നമ്മളെ മേലെ ഫർദാക്കിയ കാര്യങ്ങളല്ല, നമുക്ക് ഇബാദത്താക്കിയിട്ട് അള്ളാഹ് തരുന്ന അവസരങ്ങളാണ്. എല്ലാ അവസരങ്ങളും നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല അല്ലെ. നമ്മളുടെ ഇബാദത്തുകൾ ഏറ്റവും ബെസ്റ്റാക്കി ചെയ്യുന്ന ആൾക്കാരാണോ ഈ കാര്യങ്ങൾ നമ്മൾ മിസ്സാക്കുക? എങ്ങനെയാ ഇത്ര ബേജാറാവാൻ അല്ലെ? അള്ളാഹുവിന്റെ മുമ്പിൽ കുമ്പിടേണ്ട ഒരുപാട് അവസരങ്ങൾ നമ്മളടുത്ത് വരുമ്പോഴും നമ്മൾ അതൊന്നും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടല്ല. പക്ഷെ ആരെങ്കിലും വന്ന് നമ്മളെ വാതിലിന് മുട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഉത്തരം കൊടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര ബേജാറാണ്. നമുക്ക് എല്ലാവരും പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ പറ്റില്ല. അൽ വദൂദായ റബ്ബ് പ്രശ്നം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റബ്ബ് തന്നെ അവരുടെ പ്രശ്നം സോൾവ് ആക്കും. പക്ഷെ റബ്ബിന് അതിനൊരു ഹിക്മത്ത് ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത് പ്രത്യേകിച്ച് നമ്മളെ നാട്ടിൽ, നമ്മളുടെ കോണ്ടെക്സ്റ്റിൽ, പ്രത്യേകിച്ച് നമുക്ക് ദീൻ കയറുമ്പോൾ നമ്മൾ ഭയങ്കര പുണ്യാളന്മാരായി മാറാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ ഒരു ബാലൻസ് ഇല്ലാത്തൊരു സാഹചര്യം ഇക്കാര്യത്തിലൊക്കെ വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളെ ഇബാദത്തിനേക്കാൾ വലുതായിട്ട് ഒന്നുമില്ല.
അപ്പം നമ്മളെ ഇബാദത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുക. അതേപോലെ നമ്മളെ ഇബാദത്തിന്റെ ഭാഗമാണ് അവിടെ അവർക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക, തൗഹീദ് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത്. അത് പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ടേയിരിക്കുക എന്നുള്ളത്. ആരാ ആദ്യം പറഞ്ഞ ഉടനെ തൗഹീദ് സ്വീകരിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പ്രാവശ്യം പറഞ്ഞിട്ടാ ഓരോരുത്തരെ സ്വീകരിച്ചത്? പിന്നെ നമുക്ക് എന്താ പറയാൻ ഇത്ര മടി? അല്ലെ, ഓര് എടുക്കൂല, ഓർക്ക് മനസ്സിലാവില്ല, ഓര് സ്വീകരിക്കില്ല, അതൊന്നും നമ്മൾ നോക്കണ്ട, നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ വദൂദ് ആണെന്ന് പറയുമ്പോൾ മൂന്നാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവനാണ് സ്നേഹത്തിന്റെ സോഴ്സ്. സുബ്ഹാനല്ലാഹ്, ഹൃദയങ്ങളിൽ സ്നേഹം ഇട്ടുകൊടുക്കുന്നവൻ അവനാണ്. ഒരു സൃഷ്ടിക്ക് മറ്റൊരു സൃഷ്ടിയോട് സ്നേഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ സ്നേഹം ഇട്ട് കൊടുക്കുന്നവൻ അവനാണല്ലേ. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു സ്നേഹം ശരിക്കും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വലിയൊരു റിസ്ഖാണ്, വലിയൊരു കാരുണ്യമാണ്, വലിയൊരു ഗിഫ്റ്റാണ്, അനുഗ്രഹമാണ് നമുക്ക് ഓരോരുത്തരിൽ നിന്ന് കിട്ടുന്ന സ്നേഹം. സുബ്ഹാനല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഒരു വിശ്വാസി സ്നേഹിക്കുകയും തിരിച്ച് സ്നേഹിക്കപ്പെടുകയും ചെയ്യാന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ലക്ഷണമാണ്. അതും സ്നേഹിക്കാതിരിക്കുന്നവരിൽ ഒരു നന്മയും ഇല്ല. സുബ്ഹാനല്ലാഹ്. അപ്പം സ്നേഹം അറിയാൻ പറ്റാന്നും കൊടുക്കാൻ പറ്റാന്നുള്ളതും ഭയങ്കര വലിയ ബ്ലെസ്സിങ് തന്നെയാണ്. അപ്പം സിമ്പിൾ ആയിട്ട് വേണം, നമ്മളെ ഒരു പെറ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഒരു പൂച്ചയുണ്ട്, അതിനോട് നമ്മൾ ഒരു ചെറിയൊരു ഇഷ്ടം കാണിച്ചാൽ അതിനൊന്ന് തലോടി കഴിഞ്ഞാൽ അത് തിരിച്ചു നമ്മളെടുത്ത് കാണിക്കും. അല്ലെ, ഒരു പട്ടി ഉണ്ടെങ്കിൽ അതുപോലും തിരിച്ചു കാണിക്കും. നമ്മളെ മക്കള് നമ്മളെ സ്നേഹം കൊടുത്താൽ നമുക്ക് തിരിച്ചു കിട്ടും. സുബ്ഹാനല്ലാഹ്. ആ ഒരു കൊടുക്കലും വാങ്ങലുമാണ് നമ്മളെ ജീവിതത്തിന്റെ ഒരു സന്തോഷം തന്നെ അല്ലെ. ആ സ്നേഹത്തിന്റെ എക്സ്പ്രഷൻസ് നമ്മൾ കൊടുക്കുന്നതും അല്ലെ, വെറുതെ നീ ചെയ്ത കാര്യം നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മൾ സ്ഥിരം പറയുന്ന അതേ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ പോലും അത് ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും നമുക്കൊരു ഫീലിംഗ് എൻലൈറ്റഡ് അല്ലെ, ഒരു ഡിലൈറ്റ് ആണ്, നമുക്കൊരു സന്തോഷമാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. അതൊക്കെ സ്നേഹത്തിന്റെ എക്സ്പ്രഷൻസ് ആണ് അല്ലെ. ഒന്ന് തലോടുമ്പോ, ഒന്ന് ചേർത്ത് പിടിക്കുമ്പോൾ അതൊക്കെ ഭയങ്കര ഒരു അനുഗ്രഹമാണ്. അള്ളാഹ് നമുക്ക് കൊടുക്കാനും വാങ്ങാനും തന്നിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ്. സുബ്ഹാനല്ലാഹ്. സൂറ മറിയമില് 96-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാരം പറയുന്നുണ്ട്, ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്ക് പരമകാരുണികൻ എന്താക്കും? സ്നേഹം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് തീർച്ച. സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ വുദ് അവൻ ഉണ്ടാക്കുന്നതാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹ് ഇട്ടുകൊടുക്കുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹം. പക്ഷെ നമുക്കൊക്കെയും അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും പലരിടത്തും തോന്നുന്ന ആ ഒരു സ്നേഹം, ഖുർആന്റെ പേരിൽ തോന്നുന്ന ആ ഒരു സ്നേഹം മുമ്പ് നമുക്ക് അറിയാതിരുന്ന കാലത്ത് ഇല്ലാത്ത ആൾക്കാരായിരുന്നു ഇവരൊക്കെ അല്ലെ. അല്ലെങ്കിൽ ആ ഒരു സ്നേഹം പോലും നമുക്കറിയില്ല. ഇപ്പം അത് എവിടുന്ന് വന്നതാ? അള്ളാഹ് നമുക്ക് തന്ന റിസ്ഖാണ് അത്. സുബ്ഹാനല്ലാഹ് അല്ലെ. നമ്മളെ കയ്യിൽ പൈസ വരുന്നത് പോലെ റബ്ബ് ഇട്ട് തന്നിട്ടുള്ള കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. ഇത് അങ്ങനെയുള്ള സ്നേഹം ഉള്ളവർക്ക് വേണ്ടിയിട്ട് മലായിക്കത്ത് പോലും ദുആ ചെയ്യും അല്ലെ. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അതെന്തൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. സ്വർഗത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് മലായിക്കത്തിന്റെ അടുത്ത്, നീ അവരൊക്കെ ഹൃദയങ്ങളിൽ അത് ഇട്ട് കൊടുക്കുകയെന്ന്. അതേപോലെ മലായിക്കത്ത് ദുആ ചെയ്യുന്ന സുബ്ഹാനല്ലാഹ്, എന്ത് അവരെ തിന്മകളിൽ നിന്ന് സംരക്ഷിക്കുക, തിന്മകൾ കാരണം ഉണ്ടാകുന്ന റിസൾട്ടുകളിൽ നിന്നും അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ശിക്ഷയിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട്, ഹിദായത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അള്ളയാണ് സ്നേഹത്തിന്റെ സോഴ്സ്. അള്ളയാണ് ഹൃദയങ്ങളിൽ സ്നേഹം ഇട്ട് തരുന്നത്. പലപ്പോഴും നമ്മൾ അല്ലെ പല സ്നേഹങ്ങളും കിട്ടാത്തതിന്റെ പേരിൽ ആഗ്രഹിച്ചത് പലതും അവർക്ക് എന്നോട് ഇഷ്ടമില്ല, ഇവർക്ക് എന്നോട് ഇഷ്ടമില്ല, നമ്മൾ കൊടുത്ത് തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ളതിന്റെ പേരിൽ നമ്മൾ വിഷമിച്ച് ഓടി നടന്ന് പരാതി പറയുമ്പോൾ ഈ സോഴ്സ് എന്ന് പറയുന്ന റബ്ബ് ഉണ്ടല്ലോ, ആ റബ്ബിന്റെ അടുത്ത് തേടാത്തത് കൊണ്ടാണ്. കാരണം നമ്മൾ ഇത് മുന്നേ കുറേ മുമ്പേ ഒരു ക്ലാസ്സിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇപ്പം ഒരു ലൈറ്റ് ബൾബ് ഉണ്ടെന്ന് വെച്ചാൽ അതിങ്ങനെ ലൈറ്റ് കത്തുന്നുണ്ട്. നമ്മൾ അതിലേക്ക് തിരിഞ്ഞാലാണ് നമുക്ക് അവിടുന്ന് ലൈറ്റ് കിട്ടുക. അതിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിഞ്ഞാൽ എന്താ വരിക? ഇപ്പം നമ്മളെ നിഴല് എന്താവും? നിഴല് നമ്മളെ മുന്നിൽ പോകും, നമ്മൾ അതിനെ പിടിക്കാൻ പോകും, നമുക്ക് ഒരിക്കലും കിട്ടൂല അല്ലെ. പക്ഷെ പകരം തിരിച്ചു നിന്നാലോ നമുക്ക് ആ വെളിച്ചം കിട്ടും. അപ്പം അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നൊക്കെ സ്നേഹം കിട്ടാനുള്ള അർഹതയുണ്ടോ അത് കണക്കില്ലാതെ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ് അല്ലെ.
അപ്പം ആ ഒരു വിഷമമുള്ളവര്, ഈ പറഞ്ഞ പോലെ നമ്മളടുത്ത് പ്രശ്നങ്ങളും പരാതികളും വിഷമങ്ങളും ആയിട്ട് വരുന്നവര്, അവർക്ക് സ്നേഹം കിട്ടാത്തത് എന്തുകൊണ്ടാ? അവര് സോഴ്സിൽ അന്വേഷിക്കാത്തത് കൊണ്ടാ. അപ്പൊ നമ്മൾ അത് അറിഞ്ഞിട്ടും അല്ലെ, നമ്മൾ അതിന്റെ അൽഹംദുലില്ലാ ആ സോഴ്സിൽ സ്നേഹം അന്വേഷിച്ചതിന്റെ സുഖം അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ അവരുടെ അടുത്ത് അത് പറയാതെ മൂടി വെച്ചിട്ട്, ഓ ശരിയാട്ടോ, പാവാട്ടോ, നിങ്ങളെ കാര്യം കഷ്ടാണ് കേട്ടോ, മൂപ്പരോട് അങ്ങനെ പറഞ്ഞു നോക്ക്, ഉമ്മാനോട് ഇങ്ങനെ പറഞ്ഞു നോക്ക് എന്ന് പറയണോ, അതോ സോഴ്സിൽ അന്വേഷിക്കാൻ പറയണോ? സുബ്ഹാനല്ലാഹ്. ഹക്ക് ഹക്ക് തന്നെയാണ് അല്ലെ, അവർ സ്വീകരിക്കൂലെങ്കിലും ഹക്ക് ഹക്കാണ്. അപ്പം ഒരുപാട് ബേജാറാവണ്ട, പറഞ്ഞു കൊടുക്കുക, ഇബാദത്തായിട്ട് എടുക്കുക എല്ലാം. അതുപോലെ നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് ഉള്ള ഈ സ്നേഹങ്ങളെല്ലാം എല്ലാം റബ്ബ് ഇട്ട് തന്നതാണ്. അൽഹംദുലില്ലാ. ഇനി വളരെ ഭംഗിയുള്ള വേറൊരു കാര്യമുണ്ട്, റബ്ബൽ വദൂദ എന്ന് പറയുമ്പോൾ. സുബ്ഹാനല്ലാഹ്. നമ്മളെല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും അല്ലെ, സൃഷ്ടികളായ എല്ലാത്തിനും വേണ്ടിയിട്ട് റബ്ബിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും റബ്ബ് വേണം അല്ലെ. അതുപോലെ നമ്മൾ ഫുൾ ടൈം റബ്ബിന്റെ പ്രയോജനങ്ങൾ, റബ്ബ് തരുന്ന ബെനിഫിറ്റുകൾ എടുത്തുകൊണ്ട് ജീവിക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ നമുക്ക് റബ്ബിനെ തിരിച്ച് സ്നേഹിക്കല്ലാതെ വേറെ, വളരെ ലോജിക്കലാണ് നമ്മൾ റബ്ബിനെ സ്നേഹിക്കണം എന്നുള്ളത്. സ്നേഹിക്കാതിരിക്കാൻ ഒരു കാരണമില്ല അല്ലെ. കാരണം നമുക്ക് റബ്ബിനെ സ്നേഹിക്കാൻ മതിയായ കാരണങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മളിങ്ങനെ വല്ലപ്പോഴും അള്ളാഹ് പറഞ്ഞ എന്തെങ്കിലും ഒരു കൽപ്പന അതനുസരിക്കേണ്ട സമയത്ത് കുഴപ്പമില്ല, ഇപ്പൊ വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ അപ്പൊ തീർക്കാവുന്നതേ ഉള്ളൂ റബ്ബിന് നമ്മളല്ലേ. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ, കഥകളിലൊക്കെ പറയുന്ന പോലെ, നമ്മളെ മൂക്കിന്റെ നീളം 1 ഇഞ്ച് അങ്ങ് കൂട്ടാവുന്നതേ ഉള്ളൂ. പക്ഷെ അതൊന്നും ചെയ്യാണ്ട് നമ്മളെ സ്നേഹിക്കുന്ന റബ്ബിനെ നമ്മൾ തിരിച്ച് സ്നേഹിക്കാതിരിക്കാൻ ഒരു കാരണവുമില്ല. സുബ്ഹാനല്ലാഹ് അല്ലെ. അതേപോലെ നമ്മളുടെ പെറ്റ്സിനെ, പൂച്ചനെ നമ്മൾ സ്നേഹിക്കുമ്പം ഇനി അത് തിരിച്ച് നമുക്ക് സ്നേഹം തരുന്നത്, നമ്മളെ മക്കളെ സ്നേഹിക്കുമ്പോൾ അത് തിരിച്ച് സ്നേഹം തരുന്നത്, അതൊക്കെ എന്തുകൊണ്ടാ? നമ്മൾ കൊടുത്ത് നമുക്ക് കിട്ടുകയാണ് അല്ലെ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ സ്നേഹിക്കുമ്പോൾ അവൻ എന്തിനാ നമ്മളെ സ്നേഹിക്കേണ്ട കാര്യം? നമുക്ക് അവന് ആവശ്യമുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മൾ അവന്റെ ഔദാര്യത്തിലാ ജീവിക്കുന്നത്, അവന്റെ പ്രയോജനങ്ങൾ ഉൾക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ. പക്ഷെ അള്ളാഹ് എന്തിനാ നമ്മളെ സ്നേഹിക്കണം? അള്ളാഹ്ക്ക് നമ്മളെ കൊണ്ട് എന്താ ആവശ്യമുള്ളത്? സുബ്ഹാനല്ലാഹ്. അള്ളാഹ്ക്ക് നമ്മളെ കൊണ്ട് എന്ത് പ്രയോജനമുള്ളത്? അള്ളാഹ്ക്ക് നമുക്ക് റിസ്ക് തരേണ്ട എന്ത് ആവശ്യമുള്ളത്? നമുക്ക് ഈ തന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും തരേണ്ട ആവശ്യം എന്താ റബ്ബിനുള്ളത്? എന്തിനാ സൂര്യനെ ദിവസം അള്ളാഹു ഉദിപ്പിക്കുന്നത്? എന്തിനാ അള്ളാഹ് മഴ തരുന്നത്? ഇല്ലെങ്കിൽ അള്ളാഹ്ക്ക് എന്തെങ്കിലും കുറവ് വരുമോ? ഇല്ല അല്ലെ. ആവശ്യമില്ല. എന്നിട്ടും അവൻ നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ തിരിച്ച് നന്ദിയോട് കാണിച്ചിട്ടും, തിരിച്ച് ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടും, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും, സുബ്ഹാനല്ലാഹ്, അവന്റെ ഹിദായത്ത് തന്നിട്ടും അത് കണ്ടില്ലെന്ന് നടിച്ചിട്ടും അല്ലെ, അവന്റെ വചനങ്ങളെ നിഷേധിച്ചിട്ടും, സുബ്ഹാനല്ലാഹ്, അവൻ നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ്, എന്ത് കാര്യത്തിന്? അള്ളാഹ്ക്ക് ഇതൊക്കെ കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്? എന്തെങ്കിലും ഒരു സാധനം നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് അള്ളാഹ്ക്ക് കൊടുക്കുന്നുണ്ട്? എന്തെങ്കിലും ഒരു കാര്യം? ഒരു നേരത്തെ 2 സുന്നത്തായ നമസ്കാരങ്ങൾ വൃത്തിക്ക് കൊടുക്കുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്. കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ? നമ്മൾ വേറെ പലതിലുമാണ് അല്ലെ. എന്നിട്ടും റബ്ബ് തന്നുകൊണ്ടിരിക്കുക, സ്റ്റോപ്പ് ഇല്ലാണ്ട് തന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മളെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ പോലും അത് റബ്ബിന്റെ സ്നേഹമാണ് അല്ലെ. നമ്മളെ നാളെ ഒരു ഹയറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള റബ്ബിന്റെ സ്നേഹം. അല്ലെങ്കിൽ നമ്മളെ പുഷ് ചെയ്തിട്ടില്ലെങ്കിൽ എത്താത്ത സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി റബ്ബ് നമ്മളെ പുഷ് ചെയ്യുന്നതിന്റെ ഭാഗമാണ് ആ ഒരു പ്രശ്നങ്ങൾ പോലും. ഇതൊക്കെ മനസ്സിലായാലും നമ്മൾ തിരിച്ചു കൊടുക്കുമോ? മര്യാദയ്ക്ക് കൊടുക്കൂല. എന്നിട്ടും റബ്ബ് സ്നേഹിച്ചുകൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്. ഒരാവശ്യമില്ല റബ്ബിന് അല്ലെ. അള്ളാഹ്ക്ക് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളിൽ നിന്ന് ഒരു പ്രയോജനം കിട്ടേണ്ട ആവശ്യമില്ല. സ്റ്റിൽ അൽ വദൂദ്. നമുക്ക് അള്ളാഹിനോട് സ്നേഹം എത്ര വർദ്ധിക്കണം എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അവസാനം ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. പിന്നെ അള്ളാഹിന്റെ ഈ വദൂദ് എന്നുള്ള പേര് ഗഫൂറിന്റെയും റഹീമിന്റെയും കൂടെ പേരായിട്ടാണ് കാണുന്നത് അല്ലെ. ഇന്ന റബ്ബി റഹീമും വദൂദ്. കാരുണ്യം ചേർത്തിട്ട്, പാപമോചനം ചേർത്തിട്ട്, അതൊക്കെ അവന്റെ സ്നേഹത്തിന്റെ ഭാഗമാണല്ലേ. സുബ്ഹാനല്ലാഹ്. സ്നേഹം അത്രയും അധികമായതുകൊണ്ടാണ് അവൻ കാരുണ്യം തന്നുകൊണ്ടേയിരിക്കുന്നത് അല്ലെ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, നമ്മളെ മക്കളുടെ അടുത്തോ അല്ലെങ്കിൽ ഭർത്താവിന്റെ അടുത്തോ ഒക്കെ എന്തെങ്കിലും ഒരു കാര്യം, മൂപ്പരോട് അത് പറഞ്ഞിട്ട് ചെയ്തില്ലല്ലേ, പിന്നെ ഇത്ര മതി, ഇന്നിപ്പോ ചായയിൽ പഞ്ചാര വേണ്ട അല്ലെ. മക്കളുടെ അടുത്ത് ഞാൻ എത്ര കാലം അവളുടെ അടുത്ത് അത് പറയുന്ന, അന്നിപ്പോ ഒരു നേരം ഒക്കെ ഇത് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അല്ലെ. നമ്മളൊക്കെ കാരുണ്യം അവിടെ നിലച്ചു പോകും. സുബ്ഹാനല്ലാഹ്. പക്ഷെ അള്ളാഹ് തന്നുകൊണ്ടിരിക്കുക, അള്ളാഹ് പാപമോചനവും തന്നുകൊണ്ടിരിക്കുക.
വർഷങ്ങളോളം തന്നുകൊണ്ടിരിക്കുക. നമുക്കൊരു 2-3 പ്രാവശ്യം പറഞ്ഞാൽ ദേഷ്യം പിടിക്കണി 3 കൊല്ലം കഴിഞ്ഞ് 4ാമത്തെ കൊല്ലത്തിലേക്ക് നമ്മൾ കടന്ന ഇനി മതി, ഇനി ഇത് നടക്കൂല, ഇനി പുറത്തു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റൂല അല്ലെ. ആണോ? നമ്മള് തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ റബ്ബ് കാരുണ്യവാനാണ്, നമ്മുടെ റബ്ബ് ഗഫൂറാണ് അല്ലെ. അപ്പം ആ ഒരു സ്നേഹം ഇത്രയും ചെയ്തിട്ടും എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്നേഹം, ചെയ്തു പോയി ഏതായാലും തെറ്റ്, തിരിച്ച് പാപമോചനം തേടി മടങ്ങണ്ടേ അല്ലെ, അള്ളാന്റെ പാപമോചനം തേടണ്ടേ. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാന്റെ സ്നേഹം എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ് അത്രയും നമ്മൾ ചിന്തിച്ച അറ്റം കിട്ടാത്ത ഒരു കാര്യമാണ്. നമ്മളെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ കൊണ്ടുവരണം എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അവസാനം കിട്ടാത്തൊരു കാര്യം. സുബ്ഹാനല്ലാഹ്. ഒരു ഫേമസ് ദ്വാ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു ദ്വാ ആണ്. അതിന്റെ കുറച്ചൊരു എക്സ്റ്റൻഷനും കൂടെ ആയിട്ട് നമുക്ക് ആ ദ്വായും കൂടെ പറഞ്ഞിട്ട് നിർത്താം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വ ഹുബ്ബ മൻ യുഹിബ്ബുക വ ഹുബ്ബ അമല യുഖർരിബുനി ഇലാ ഹുബ്ബക. അള്ളാഹുവെ, ഞാൻ നിന്നോടത്ത് നിന്റെ സ്നേഹം ചോദിക്കുന്നു, നീ സ്നേഹിക്കുന്നവരുടെ സ്നേഹം ചോദിക്കുന്നു, അതുപോലെ നിന്നിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളും, അതായത് നിന്റെ സ്നേഹത്തിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളും ഞാൻ ചോദിക്കുന്നു. ആണല്ലോ, ഒരു പക്ഷെ നമ്മളുടെയൊക്കെ സ്ഥിരം ദ്വായിലുള്ള ഒരു ഇതിന്റെ ചെറിയ വ്യത്യാസമുള്ള വേർഷൻസും ഉണ്ടാവുമായിരിക്കും അല്ലെ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ റൗദത്തുൽ മുഹിബ്ബീൻ എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥത്തില് ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ ഒരു ദ്വാ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതില് ആ ദ്വാ ഇങ്ങനെയാണ്: അല്ലാഹുമ്മ, അതായത് ഫസ്റ്റ് ഇപ്പൊ പറഞ്ഞ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക, അത് കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ മാ റസഖ്തനി മിമ്മാ ഉഹിബ്ബു. ഓക്കെ, അതായത് നീ എനിക്ക് തന്ന റിസ്കുകൾ ഞാൻ ഇഷ്ടപ്പെടുന്ന അല്ലെ, നമ്മളൊക്കെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും, നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. ഓക്കെ, അല്ലാഹുമ്മ മാ റസഖ്തനി മിമ്മാ ഉഹിബ്ബു ഫജഅൽഹു ഖുവ്വതൻ ലീ ഫീമാ തുഹിബ്ബു. അതിനെ എനിക്ക് എന്താക്കണം, ഒരു സ്ട്രെങ്ത് ആക്കണം. എന്തിനു വേണ്ടിയിട്ട്? നിന്നിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട്, നിന്നെ കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടി. അതായത് നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്, അൽഹംദുലില്ലാ അല്ലെ. നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ അത് നമ്മളെ മനസ്സിൽ കൂടെ പോകും, സാധനങ്ങളും ആളുകളും അല്ലെ. അപ്പം അതൊക്കെ ഉപയോഗിച്ച് നിന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്ട്രെങ്ത്. ഫജഅൽഹു ഖുവ്വതൻ ലീ ഫീമാ തുഹിബ്ബു. പിന്നെ അല്ലാഹുമ്മ മാ സവൈത അന്നി മിമ്മാ ഉഹിബ്ബു. അല്ലാഹുവേ, എനിക്ക് ഇഷ്ടപ്പെട്ട ചില സാധനങ്ങൾ നീ എന്നിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്, നീ എടുത്തു കളഞ്ഞിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അതുപോലെയുള്ള പല കാര്യങ്ങളും, പല സാധനങ്ങളും, പല ആളുകളും അല്ലെ, പല അനുഭവങ്ങളും ഉണ്ടാവും. നമുക്ക് വളരെ പ്രിയപ്പെട്ടത് അള്ളാഹു നമ്മളിൽ നിന്ന് തടഞ്ഞു വെച്ചത്. സുബ്ഹാനല്ലാഹ്. ഫജഅൽഹു ലീ ഫറാഗൻ ഫീമാ തുഹിബ്ബു. അതും എന്താക്കാൻ വേണ്ടിയിട്ട്, നിന്നോട് സ്നേഹം കാണിക്കാനുള്ള ഒരു അവസരമാക്കിയിട്ട്, ഒരു സമയമാക്കിയിട്ട്, നിന്റെ അടുത്ത് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാക്കിയിട്ട് നീ താ. സുബ്ഹാനല്ലാഹ് അല്ലേ. അല്ലാഹുമ്മ ജഅൽ ഹുബ്ബക അഹബ്ബ ഇലയ്യ മിൻ അഹ്ലി. അല്ലാഹുവേ, നിന്റെ ഇഷ്ടം അല്ലെ, നിന്നോടുള്ള ഇഷ്ടം എനിക്ക് എന്റെ കുടുംബത്തോടുള്ള ഇഷ്ടത്തിനേക്കാൾ നീ കൂടുതലാക്കി താ. വമാലി, എന്റെ സമ്പത്തിനോടുള്ള ഇഷ്ടത്തിനേക്കാൾ. വമിനൽ മാഇൽ ബാരിദി, തണുത്ത വെള്ളത്തിനോടുള്ള അലവമഇ, ദാഹിച്ചിരിക്കുമ്പോ. ഓക്കെ, നമ്മൾ ഭയങ്കര ദാഹിച്ചിരിക്കുമ്പോ ആ കിട്ടുന്ന തണുത്ത വെള്ളം എന്ന് പറയുന്നത് നമുക്കൊരു ലൈഫ് സേവർ ആണ് അല്ലെ. അല്ലാണ്ട് ദാഹിച്ച്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ചൂട് കാലത്തൊക്കെ പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോ സുബ്ഹാനല്ലാഹ് അല്ലെ, ഒരു നല്ല തണുത്ത വെള്ളം കിട്ടിയിട്ടുണ്ട്. ഞാൻ നോമ്പിനല്ല കേട്ടോ പറയുന്നത്, ഭയങ്കര ഒരു സന്തോഷം. അപ്പം അതിനോടുള്ള ഇഷ്ടത്തിനേക്കാൾ ഇഷ്ടം നീ എനിക്ക് നിന്നോടാക്കാൻ വേണ്ടിയിട്ട് നീ എന്റെ ഇഷ്ടത്തിനെ നിന്നോടാക്കി മാറ്റ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് എന്തിനോടൊക്കെ ഇഷ്ടമുണ്ടോ അതിനോടൊക്കെയുള്ള ഇഷ്ടത്തിനേക്കാളും എന്റെ ഇഷ്ടം നിന്നോടാക്കാൻ വേണ്ടിയിട്ട്. ചില ഇതിനകത്ത് ഈ അഹ്ലി എന്താണ്, അല്ലാഹുമ്മ ജഅൽ ഹുബ്ബക അഹബ്ബ ഇലയ്യ മിൻ നഫ്സി എന്നും കൂടെ ഉണ്ട്. എന്റെ നഫ്സിനോടുള്ള ഇഷ്ടത്തിനേക്കാൾ. പലപ്പോഴും നമ്മൾ പല ഇഷ്ടങ്ങളെയും നമുക്ക് ത്യജിക്കാൻ പറ്റുമെങ്കിലും അവസാനം നമ്മൾ ചെന്നെത്തി നിൽക്കുക നമ്മളുടെ നഫ്സിനോടുള്ള ഇഷ്ടത്തിലാണ് അല്ലെ. കാരണം നമ്മളെ നഫ്സിന് നമ്മൾ പലപ്പോഴും അടിമപ്പെട്ടു പോകാറുണ്ട്. അപ്പം അതിനേക്കാൾ റബ്ബിനെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട്. അല്ലാഹുമ്മ ഹബ്ബിബ്നി ഇലൈക വഇലാ മലായികതിക വഅംബിയായിക വറുസുലിക വഇബാദിക സ്വാലിഹീൻ. അല്ലാഹുവേ, എന്നെ നീ നിനക്ക് ഇഷ്ടപ്പെട്ട ആളാക്ക്, ആൻഡ് നിന്റെ മലായിക്കത്തുകൾക്ക് ഇഷ്ടപ്പെട്ടവരാക്ക്, നിന്റെ അമ്പിയാക്കൾക്ക് ഇഷ്ടപ്പെട്ടവനാക്ക്, നിന്റെ റസൂലുകൾക്ക് ഇഷ്ടപ്പെട്ടവനാക്ക്, നിന്റെ ഇബാദു സാലിഹ്യങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവനാക്ക്. സുബ്ഹാനല്ലാഹ്.
വജഅൽനി മിമ്മൻ യുഹിബ്ബുക വയുഹിബ്ബു മലായികതിക വഅംബിയായിക വറുസുലിക വഇബാദിക സ്വാലിഹീൻ. എന്നെ അവരെയൊക്കെ ഇഷ്ടപ്പെടുന്ന, അതായത് ഇപ്പൊ പറഞ്ഞത് അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാക്കാൻ വേണ്ടിയിട്ട്, ഇനി പറയുന്നത് അവരെയൊക്കെ, അതായത് നിന്നെ, നിന്റെ മലക്കുകളെ, നിന്റെ അമ്പിയാക്കളെ, നിന്റെ റസൂലുകളെ, നിന്റെ ഇബാദ് സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിൽപ്പെടുത്തും. പിന്നെ അല്ലാഹുമ്മ അഹിയ ഖൽബി ബിഹുബ്ബിക്, അല്ലാഹുവേ എന്റെ ഹൃദയത്തിനെ നീ നിന്റെ ഇഷ്ടം കൊണ്ട്, നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് ജീവിപ്പിക്ക്, അതായത് അത് എലൈവ് ആക്ക് നിന്നോടുള്ള ഇഷ്ടം കൊണ്ട്. വജഅൽനി ലക കമാ തുഹിബ്ബു, നീ ഇഷ്ടപ്പെടുന്നത് പോലെ എന്നെ നീ ആക്കി മാറ്റ്. നിനക്ക് എന്താണോ ഇഷ്ടം അതുപോലെ നീ എന്നെ ആക്കി മാറ്റ്. അല്ലാഹുമ്മ ജഅൽനി ഉഹിബ്ബക ബിഖൽബി കുല്ലിഹ്, എന്നെ നീ ഇപ്രകാരം ആക്ക്, എങ്ങനെ? എന്റെ ഹൃദയം കൊണ്ട് മുഴുവനും നിന്നെ സ്നേഹിക്കുന്നത് പോലെ. വ ഉർദിക ബി ജുഹ്ദി കുല്ലിഹ്, എന്റെ എല്ലാ ശ്രമങ്ങളും ജിഹാദുകളും നിന്റെ എന്താ പറയാ, നിന്നെ തൃപ്തിപ്പെടുത്താനുള്ളത് ആക്ക. ആണല്ലോ. അല്ലാഹുമ്മ ജഅൽ ഹുബ്ബി കുല്ലഹു ലക്, എന്റെ ഓരോ ഇഷ്ടങ്ങളും നിനക്ക് വേണ്ടിയിട്ടുള്ളതാക്ക. വസഈ കുല്ലഹു ഫീ മർദാതിക്, എന്റെ ഓരോ ശ്രമങ്ങളും സഈകളും നിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ളതാക്ക. സുബ്ഹാനല്ലാഹ്. അല്ലെ? അപ്പം ആ ഒരു പീക്ക് സ്നേഹത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള തൗഫീക്ക് റബ്ബ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. അള്ളാഹുവിനെ അപ്രകാരം, അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്ന ആ ഒരു സ്നേഹം ആ ഒരു അളവിൽ തിരിച്ചറിയാനും നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് സ്നേഹം നമ്മളുടെ റബ്ബിന് തിരിച്ചു കൊടുക്കാനും ഉള്ള തൗഫീക്ക് റബ്ബ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. അള്ളാഹുവിന്റെ സ്നേഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അല്ലെ, അതൊക്കെ ചെയ്യാൻ ഒരു മടിയും കൂടാതെ, അള്ളാഹുവിന്റെ വിളിക്കുത്തരം ഉടനടി കൊടുത്ത്, അള്ളാഹ്ക്ക് ഉടനടി സബ്മിറ്റ് ചെയ്തിട്ട്, അള്ളാഹ്ക്ക് ഉടനടി കീഴൊതുങ്ങി, അള്ളാഹുവിന്റെ കൽപ്പന ഉടനടി അനുസരിച്ച്, ഒരിത്തിരി അമാന്തമില്ലാതെ ചിന്തിച്ചിരിക്കാണ്ട് അള്ളാഹ്ക്ക് അത്രയും സ്നേഹം അല്ലെ, അള്ളാഹുവിന്റെ ഫർദുകളും അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച സുന്നത്തുകളും ഒക്കെ എത്രയും അധികം നമുക്ക് ജീവിതത്തിൽ എടുക്കാൻ പറ്റുമോ അത്രയും അധികം എടുത്തിട്ട് അവന്റെ ഏറ്റവും ഇഷ്ടമുള്ള ആ ഒരു അടിമകളുടെ കൂട്ടത്തിലേക്ക് എത്താനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. നമ്മുടെ മക്കൾക്കും നമ്മളുടെ കുടുംബങ്ങൾക്കും അല്ലെ, നമ്മുടെ വരുന്ന തലമുറകൾക്കും അപ്രകാരം അള്ളാഹുവിന്റെ സ്നേഹത്തിനുള്ള റിപ്ലൈ ആയിട്ട് ജീവിതം മാറ്റാൻ വേണ്ടിയിട്ടുള്ള തൗഫീഖ് തരട്ടെ. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹുബ്ബിന്റെ ഭാഗമായിട്ട്, വുദ്ദിന്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ ജീവിതത്തിൽ തരുന്ന പരീക്ഷണങ്ങളെ, പ്രയാസങ്ങളെ ആ രീതിയിൽ ഉൾക്കൊള്ളാനുള്ള മനസ്സിന്റെ വിശാലതയും അറിവും ഹിക്മത്തും ഒക്കെ റബ്ബ് തരട്ടെ. അതുപോലെ നമ്മളെ ചുറ്റുപാടുമുള്ളവരും അത്തരത്തിലുള്ള പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും കടന്നു പോകുമ്പോൾ അവർക്ക് നമ്മളെ സൈഡിൽ നിന്ന് കൊടുക്കുന്ന പാകമായിട്ടുള്ളത് എന്താണോ അത് കൊടുക്കാനും, അവരെ അതുവഴി അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഹിക്മത്ത് എങ്ങനെ കാണിക്കണോ അത് കാണിക്കാനും ഒക്കെയുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് തരട്ടെ. ആമീൻ. നമ്മൾ അള്ളാഹുവിന്റെ സ്നേഹത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഓരോ കുഞ്ഞു കാര്യങ്ങളും, ഓരോ കുഞ്ഞു എഫേർട്ടുകളും അവന്റെ അടുക്കൽ അങ്ങേയറ്റം തൃപ്തികരമായ രീതിയിൽ അവൻ സ്വീകരിക്കട്ടെ. ആമീൻ. ആ ഒരു ചിന്തകൾ പോലും നമുക്ക് അവിടെ തുലാസിൽ കനം തൂങ്ങുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാൻ പറ്റട്ടെ. ആമീൻ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.